കാനഡയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ദിവസങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ വരുന്നൊരു സോങ് ഉണ്ട്. കണ്ണദാസൻ എഴുതിയ ഒരു തമിഴ് സോങ്. പരമശിവന്റെ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചു, ഗരുഡ സുഖമാണോ? അന്നേരം ഗരുഡൻ പറഞ്ഞു, ഏവരും ഇരിക്കേണ്ട ഇടത്തിലിരുന്ന് ചോദിച്ചാൽ എല്ലാ സുഖം തന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പാട്ട് എങ്ങനെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നും എൻ്റെ കനേഡിയൻ ജീവിതത്തിൽ എങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയെന്നുമാണ് കേട്ടോ. കാനഡ ഡെവലപ്ഡ് ആയ ഒരു വെസ്റ്റേൺ കൺട്രിയിൽ ആദ്യമായിട്ട് വരുന്ന എന്നെ പോലെ നാട്ടിൽ നിന്ന് ഇതുവരെ മാറി നിൽക്കാത്ത ഒരാൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ നാടോടി കാറ്റിലെ ദാസന്റെയും വിജയന്റെയും പോലെ എന്താ ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നാത്തത് എന്നൊരു ഗദ്ഗതം. ആദ്യമായിട്ട് മഞ്ഞ് വീഴുന്നത് കാണുന്നതുണ്ടല്ലോ, ഒരു അനുഭൂതിയാണ്. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ശരിക്കുള്ള വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെ എല്ലാവരെയും പോലെ ഞാനും ഈ മഞ്ഞില് ഇരുന്നും നിന്നും കിടന്നും ചറപറ ഫോട്ടോ എടുത്തു, ഫോൺ അപ്ഗ്രേഡ് ചെയ്തു, ക്രെഡിറ്റ് കാർഡ് എടുത്തു. യെസ്, ഫൈനലി ഐ ആം ലീവിങ് ദ കനേഡിയൻ ഡ്രീം എന്നൊരു ഫീൽ. അങ്ങനെ ഇവിടെ വന്ന് ചെയ്യേണ്ട കുറച്ച് ആചാരങ്ങളാണ് അതൊക്കെ. മഞ്ഞിലെ ഫോട്ടോ, ഫോൺ അപ്ഗ്രേഡ്, ക്രെഡിറ്റ് കാർഡ്. അടുത്ത ഒരു ആചാരം എന്ന് പറയുന്നത് ഒഫീഷ്യലി പാർട്ട് ടൈം ജോബ് അന്വേഷിക്കുക എന്നതാണ്. 2013 ഞാൻ വരുന്ന സമയത്ത് ഇവിടെ കാനഡയിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വന്ന് ആദ്യത്തെ 6 months പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് കിട്ടുന്നത്. കോളേജിലെ ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞ് ഞാൻ കാത്തിരുന്ന സുദിനം വന്നെത്തി. ഒഫീഷ്യലായിട്ട് സിൻ നമ്പർ വാങ്ങാൻ പോകുന്ന ദിവസം. കാരണം എന്നാലല്ലേ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അടുത്ത ആചാരത്തിലേക്ക് കടക്കാനുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും കയ്യിൽ മേടിച്ച് ഞാനും ഇറങ്ങി കളത്തിലേക്ക് ഒരു പാർട്ട് ടൈം ജോബ് അന്വേഷിക്കാൻ. പക്ഷെ ആ സമയം ആയപ്പോഴത്തേക്കും ഇനിഷ്യൽ എക്സൈറ്റ്മെന്റും ത്രില്ലും ഒക്കെ മാറി ഞാൻ റിയൽ ചലഞ്ച് ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ സമയത്ത് പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ല, ഇനി മുന്നോട്ട് നിലനിൽക്കാൻ ഒരു അത്യാവശ്യ ഘടകമായി മാറി എന്ന് തന്നെ പറയാം. റെന്റ്, ഫോൺ ബില്ല്, ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ്, ഗ്രോസറി, ഇന്റർനെറ്റ്, വൈഫൈ, നെക്സ്റ്റ് സെമസ്റ്റർ ഫീസ്, സെക്കൻഡ് ഇയർ ഫീസ്, ഇങ്ങനെ നീണ്ട ഒരു ബില്ലിന്റെ ലിസ്റ്റ്. ആസ് ലോങ് ആസ് നമ്മൾ കാനഡയിലുള്ള അത്രയും കാലം അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. കണക്കുകളും പ്ലാനിങ്ങും ഒന്നും ടാലി ആകുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ചറപറ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ചറപറ റിജക്ഷൻ ലെറ്റർ വരുന്നു. ഈ റിജക്ഷൻ ലെറ്റർ കണ്ട് എനിക്കിപ്പം ജീവിതത്തിലെ ഏത് റിജക്ഷനും പുഞ്ചിരിയോടെ നേരിടാൻ കഴിയും എന്നൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങള്. അത്രയ്ക്കും റിജക്ഷൻസ്. ഇപ്പൊ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഒരു $1.50 കൊടുത്ത് ഒരു ചായ മേടിച്ച് കുടിക്കാൻ പോലും പേടി തോന്നിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും കുത്തിയിരുന്നു കഴിഞ്ഞാൽ അന്നേരം വരും ടെൻഷൻ, ആങ്സൈറ്റി, ഹോം സിക്നെസ്, ലോൺലിനെസ്. പിന്നെ ഇതെല്ലാം ഒരുമിച്ച് വരുന്നത് കാരണം കൊണ്ട് ആ ഫീലിംഗിന്റെയോ ഇമോഷന്റെയോ പേരെന്താണെന്ന് ഞാൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യൂട്ടോ. കാരണം ഇപ്പോഴും ചില സമയത്തൊക്കെ എനിക്ക് ആ ഫീലിംഗ് വരാറുണ്ട്. ഈ ബസ്സിന്റെ സമയത്തിനനുസരിച്ച് അതിരാവിലെ അലാം വെച്ച് കോളേജിൽ പോകാൻ എഴുന്നേക്കണം. അത് നമ്മൾ ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ജസ്റ്റ് മഞ്ഞ് തലയിൽ വീഴാതെ ഇരിക്കുന്നേ ഉള്ളൂ. തണുപ്പ് മാറാനൊന്നും യാതൊരുവിധ സംവിധാനവും ഇല്ല. ജസ്റ്റ് ഒരു കണ്ണാടി പെട്ടി. ഈ തണുപ്പത്ത് അവിടെ പോയി ബസ് കാത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ളൊരു പരിപാടിയേ അല്ല. അന്നേരം ആദ്യം എൻ്റെ മഞ്ഞ് കാണുമ്പോൾ തോന്നിയ ഒരു എക്സൈറ്റ്മെന്റ് പതിയെ ഒരു ഭയമായിട്ട് മാറാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, എനിക്ക് സ്നോബേൺ വരും എന്നുള്ളത് കാനഡയിൽ വന്നിട്ടുള്ള ആദ്യത്തെ തിരിച്ചറിവായിരുന്നു. കാരണം ജോലി അന്വേഷിച്ച് ഞാനൊരു കനേഡിയൻ മഞ്ഞ് മരുഭൂമി വരെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അവിടുന്ന് എപ്പോഴും ബസ്സില്ല. വളരെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ മാത്രമേ നമുക്ക് ബസ് കിട്ടൂ. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴായിരുന്നു എൻ്റെ ആദ്യത്തെ സ്നോബേൺ. പിന്നെ ഞാൻ ഭയങ്കര ലക്കി ആയതുകൊണ്ട് അന്നൊരു സ്നോ സ്റ്റോമും ഉണ്ടായിരുന്നു. സോ കാര്യങ്ങളെല്ലാം വളരെ തൃപ്തിയായി പൂർത്തിയായി. വീട്ടിൽ വന്ന് കുളിക്കാൻ കയറിയപ്പോഴത്തേക്കും ആണെങ്കിലും മുഖത്തൊരു വല്ലാത്ത നീറ്റല്. എന്താണെന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് മുഖം മുഴുവൻ ചുമന്ന് പൊള്ളി. എനിക്ക് കാര്യം മനസ്സിലായില്ല, ഏതെങ്കിലും ഉപയോഗിച്ച ക്രീമിന്റെ അലർജി ആയിരിക്കുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെയാണ് ഇവിടുത്തെ ഫാർമസിയിൽ പോയി കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് സ്നോബേൺ ആയിരുന്നു എന്ന്. അങ്ങനെ അതിരാവിലെ കോളേജിൽ പോകാൻ എഴുന്നേക്കണം. ഒരു കാപ്പി ഉണ്ടാക്കി തരാനോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ ആരുമില്ല. കുറ്റം പറഞ്ഞ് കയറി ചെന്നിട്ടാണെങ്കിലും ഫുഡ് കഴിക്കാൻ ഒരു മെസ്സ് പോലും ഇല്ല. പനി വരുമ്പോഴാണ് ഏറ്റവും അധികം കഷ്ടം. എത്ര സുഖമില്ല എങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ പോകണം. ഇങ്ങനെ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്ന സമയത്ത് നമ്മുടെ തലയിലൂടെ പോകുന്ന ഒരു 100 ചോദ്യങ്ങളുണ്ട്. എനിക്ക് എപ്പോഴായിരിക്കും ജോലി കിട്ടുന്നത്? ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആരോടാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്? എനിക്ക് സെക്കൻഡ് സെമസ്റ്റർ ഫീസ്
ഫീസ് അടയ്ക്കാൻ പറ്റുമോ, സെക്കൻഡ് ഇയർ കോഴ്സ് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇമിഗ്രേഷൻ ലോയറിന് കൊടുക്കാൻ പോലുള്ള കാശ് കൈ കാണൂലല്ലോ ഈശോയെ, എന്തായിരിക്കും ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പോലും വ്യക്തമായ ഒരു ധാരണയില്ല. ലൈഫ് നമ്മളോട് അശ്വമേധം കളിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ജോലി അന്വേഷണം, പഠിത്തം, അസൈൻമെന്റ്, കുക്കിംഗ്, ക്ലീനിങ്, ലോണ്ട്രി, ഇത് തന്നെ എവറിഡേ സെയിം റിപ്പീറ്റ് ആൻഡ് റിവൈൻഡ്. അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഉറങ്ങാൻ പറ്റാതെ ഈ ഹാർഡ്ഷിപ്സ് എല്ലാം നാവിഗേറ്റ് ചെയ്ത് ആകെ ജീവിതം വല്ലാതെ മരവിച്ച് ഒരു സോംബിയായി മാറിപ്പോയോ എന്ന് ഞാൻ തന്നെ സംശയിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ വട്ട് പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് തോന്നും നാട്ടിലേക്കൊന്ന് വിളിക്കാം, ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ. ഫോണിൽ കോണ്ടാക്ട്സ് നോക്കും. ഇതിലിപ്പോൾ ആരെ വിളിച്ചാലാണ് കുറച്ച് സന്തോഷവും സമാധാനവും ഉള്ള വർത്തമാനം പറയാൻ പറ്റുന്നത്? പിന്നെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ഈ കാനഡയിലേക്ക് വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ ഏകദേശം 40% ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് കേട്ടോ. അതിനകത്ത് 50% പേരും വന്നെത്തുന്നത് ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിലായിരിക്കും. ഇതിന് പുറമെ PR കിട്ടി വന്നവരും വർക്ക് പെർമിറ്റിലുള്ളവരും പിന്നെ ഇവിടുത്തെ ലോക്കൽസും. ഞങ്ങൾ എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ സെയിം എമൗണ്ട് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസിലാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് എന്തോരം ബുദ്ധിമുട്ടാണ് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ജോലി കിട്ടുന്നത് പലപ്പോഴും റെഫറൽസ് വഴിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിലേക്ക് ഫോൺ ചെയ്യും. ഇങ്ങനെ പലപ്പോഴും വിളിക്കുമ്പോൾ അന്നേരത്തെ അവസ്ഥ കൊണ്ട് തോന്നുന്നതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പലപ്പോഴും നമുക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. എന്തോ ഒരു പണ്ടുണ്ടായിരുന്ന ഒരു അടുപ്പം കുറഞ്ഞതുപോലെ. ഓക്കെ, അത് തോന്നലായിരിക്കും എന്ന് നമ്മൾ ആശ്വസിച്ച് വരുമ്പോഴായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചോദ്യങ്ങളുടെ പെരുമഴ തന്നെ സംഭവിക്കുന്നത്. ആലോചിക്കാൻ ഇഷ്ടപ്പെടാത്ത, നമ്മൾ ആലോചിക്കാൻ ഭയപ്പെട്ട് എന്തിനാണോ അവരെ വിളിക്കുന്നത് അതേ ചോദ്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് കേൾക്കേണ്ട ഒരവസ്ഥ. കടിച്ച പാമ്പിനേക്കാളും വലിയ പാമ്പിൻ്റെ അടുത്താണല്ലോ ദൈവമേ ഞാനിപ്പോൾ പരാതി പറയാൻ വന്നെത്തിയിരിക്കുന്നത് എന്ന് ശരിക്കും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥ. പലപ്പോഴും നിനക്ക് സുഖമല്ലേ എന്നൊരു ചോദ്യം തന്നെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ തോന്നുന്ന ഒരു നിരാശ. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ആ ഒരു വേദനയും വിഷമവും മനസ്സിലാവും കേട്ടോ. ഇത്രയധികം ദൂരെ ബന്ധുക്കാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് മാറി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിനക്ക് സുഖമല്ലേ എന്നൊരാൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആശ്വാസം, അതെന്ന് പറയുന്നത് ഈ ലോകത്ത് മറ്റൊന്നിനും പകരം വെക്കാൻ കഴിയാത്ത ഒരു സുഖമുള്ളൊരു ഫീലിംഗ് ആണെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് ആ ആളോട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്. അങ്ങനെ ഒരിടത്തും ഒരാശ്വാസവും കിട്ടാത്ത പോലെ ആരോടുള്ള സംസാരമാണെങ്കിലും എല്ലാവരോടുള്ള സംസാരവും അന്നെത്തി നിൽക്കുന്ന ഒരേ ഒരു പോയിന്റിലാണ്. നമ്മളുടെ സ്വപ്നങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ വാല്യൂ, നമ്മളിലുള്ള പ്രതീക്ഷ, നമ്മളിലുള്ള സ്വപ്നം, അവരെ കുറ്റം പറയാൻ പറ്റൂല. നമ്മളുടെ ഒരു ട്രഡീഷണൽ പാത്ത് ഉണ്ടല്ലേ, നമുക്ക് ഇങ്ങനെ ബോക്സസ് ടിക്ക് ചെയ്ത് പോയാണ് ശീലം. അപ്പം നമ്മളൊരു പുതിയ പാത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് അൺസർട്ടേണിറ്റി ഉണ്ട്. കാരണം നമ്മുടെ ബ്രെയിനിന് അറിയില്ല ഏത് വഴിയാണ് നമ്മൾ പോകേണ്ടതെന്ന്. കാരണം നമ്മൾ വഴി ഫിഗർ ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോഴത്തെ അൺസർട്ടേണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സ്ട്രെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. കാരണം ഇറ്റ്സ് അവർ വേ ഓഫ് കോപ്പിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ ചേഞ്ച്. ഇതിൽ യാതൊന്നും മനസ്സിലാക്കാതെ വി ആർ പ്രഷേർഡ് ടു ബി റൈറ്റ്, ടു മേക്ക് ദ റൈറ്റ് ഡിസിഷൻ. അതെങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമുക്ക് ഒരു തെറ്റും കൂടാതെ ചെയ്യാൻ പറ്റും എന്ന് ആർക്കെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നതിൽ എന്തോരം ശരി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് എന്തോരം ജസ്റ്റ് ആയിരിക്കും? ഈ ലൈഫിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ലൈഫിന്റെ പർപ്പസ് ആണെങ്കിലും നമ്മുടെ ലൈഫിലെ ശരികളാണെങ്കിലും കണ്ടെത്തുന്നത് അല്ലേ? അല്ലാതെ ഞാൻ എല്ലാ കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്തിട്ടേ ഒരു കാര്യം ചെയ്യുള്ളൂ അന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ കാര്യം ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്നും ഒരു സപ്പോർട്ട് കിട്ടാതെ വന്നപ്പോഴത്തേക്കും എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നെനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കാര്യവും ശരിയാകാത്തത്? അതെന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതെന്റെ കഴിവിന്റെ പ്രശ്നമാണോ, അതോ എൻ്റെ ലക്കിന്റെ പ്രശ്നമാണോ, അതോ എൻ്റെ സമയദോഷമാണോ? എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. ആ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് പതിയെ എൻ്റെ കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി
തുടങ്ങി. ആരോടും മിണ്ടാൻ പറ്റാത്തതുപോലെ യാതൊരു ആത്മാർത്ഥതയും തോന്നാത്ത കുറെ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും മുന്നിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. അതൊരു നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറി എന്നതാണ് വാസ്തവം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അതാ വരുന്ന അടുത്ത ആശയം. ലണ്ടനിൽ നിന്ന് ടൊറന്റോയിൽ പോയി കഴിഞ്ഞാൽ ജോലി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. ടൊറന്റോയിലേക്ക് ബസ് ബുക്ക് ചെയ്ത് ആൾക്കാരുടെ ഒപ്പം ഞാനും ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഞാനും എത്തി ടൊറന്റോ മഹാനഗരിയിൽ. ഞാൻ വന്നിറങ്ങിയ രാത്രി കണ്ട ടൊറന്റോ ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ട ടൊറന്റോ, അതെങ്ങനെ ടൊറന്റോ മാറി എന്നുള്ളത് ഇപ്പോഴും എന്നെ അലട്ടുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ പല അന്വേഷണങ്ങൾക്ക് ഒടുവിൽ 2014 ഒക്ടോബറിൽ ആദ്യമായിട്ട് കാനഡയിൽ ഒരു ജോലി കിട്ടി. ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിലായിരുന്നു ജോലി. ആ ജോലിക്ക് പോകുന്ന കാര്യം എന്ന് പറയുന്നത് കോമഡിയാണ് കേട്ടോ. രാവിലെ ഒരു 4 മണിയാകുമ്പോൾ ഒരു പഞ്ചാബി ചേട്ടൻ ഒരു മിനി വാനുമായിട്ട് വരും. ആ വാൻ ആദ്യം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ 90s ഫിലിമിൽ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു മിനി വാനില്ലേ, അതായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതിനകത്ത് കയറി നമ്മൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി എത്തും. നമ്മൾ ചെല്ലുന്ന സമയം മുതൽ നമ്മൾ ഇറങ്ങുന്ന സമയം വരെ നമ്മൾ നിൽക്കണം. മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിലോ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിലോ റെസ്റ്റോറൻറ്റിലോ നമ്മൾ ജോലി ചെയ്യുമ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ധരിക്കേണ്ട ഒരു സേഫ്റ്റി ബൂട്ട് ഉണ്ട് കേട്ടോ. ഏകദേശം ഈ കുതിരയുടെ ലാടം, ഞാനത് പിക്ചറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിനോട് സമാനത തോന്നുന്ന ഒരു സംഭവമാണ് ഈ സേഫ്റ്റി ബൂട്ട് എൻ്റെ കണ്ണിൽ. അതിട്ട് നമ്മൾ 1 മണിക്കൂർ നിൽക്കുന്നത് തന്നെ ഭയങ്കര വലിയ കഷ്ടപ്പാടാണ്. അന്നേരമാണ് അതിട്ട് നമ്മൾ 8-10 മണിക്കൂർ നിന്ന് ജോലി ചെയ്യേണ്ടത്. കഴിയുമ്പോഴത്തേക്കും കാലെന്ന് പറയുന്നത് മരവിച്ച് കാലവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത ഒരവസ്ഥ. 7 o'clock വീട്ടിലെത്തി നമുക്ക് ഉടനെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് ഉണ്ടാക്കി കഴിച്ച് കിടക്കുമ്പോഴത്തേക്കും 10 മണി. പിന്നെ നാട്ടിൽ ഫോൺ ചെയ്ത് വേറെ ജോലിക്ക് അപേക്ഷിച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അടുത്ത ജോലിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടാവും. ഇതിലും വലിയ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ? ടൊറന്റോയിലെത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും IELTS-ന് വേണ്ടി ഞാൻ പഠിച്ച ഇംഗ്ലീഷ് പോലും മറന്നുപോയൊരവസ്ഥയായിരുന്നു. ദൈവമേ, എൻ്റെ ജീവിതം എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ഭയങ്കര വലിയൊരു ആശങ്ക തോന്നി തുടങ്ങി. ഇതായിരിക്കും ഇനി മുന്നോട്ടുള്ള എൻ്റെ കനേഡിയൻ ജീവിതം എന്ന് പറയുന്നത്? ഇതാണോ ഞാൻ കണ്ട കനേഡിയൻ ഡ്രീം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ദിവസങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു ടൂറിന് വന്നേക്കുവാണെന്ന്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഞാൻ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷമാണ് ഹിന്ദി പഠിച്ചത് കേട്ടോ. സംസാരിക്കാൻ ഇപ്പോഴും എനിക്കറിയില്ല, പക്ഷെ ഹിന്ദി കേട്ടാൽ മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ആയി മാറിയത് ഞാൻ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷമാണ്. ആ ജോലി അധിക നാള് എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ ശരീരം അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വിന്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ മഞ്ഞില് ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുക എന്നുള്ളത് ഒരു ഫണ്ണായിട്ടുള്ളൊരു കാര്യമല്ല. ഈ മഞ്ഞിനെ നാവിഗേറ്റ് ചെയ്ത് നടക്കാൻ തന്നെ നമ്മുടെ ബോഡിക്ക് നല്ല എനർജി വേണം. അങ്ങനെ ജോലി അന്വേഷിച്ച് ക്ഷീണിച്ച ഞാൻ അവിടെ അടുത്തുള്ളൊരു മോളിലെ കഫറ്റീരിയയിൽ കയറി ജസ്റ്റ് വെറുതെ ഇരിക്കാം എന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോഴാണ് എനിക്ക് എൻ്റെ റൂംമേറ്റിന്റെ മെസ്സേജ് വരുന്നത്, അടുത്ത മാസത്തെ റെന്റ് കൊടുക്കാനുള്ള സമയമായിരുന്നു. ഞാൻ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ആണെങ്കിൽ ആകെ അക്കൗണ്ടിൽ അന്നേരം ബാക്കി ഉണ്ടായിരുന്നത് വെറും $78. ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടം. ഇത്രയധികം ചെലവ് മുന്നിലുണ്ട്. ഞാൻ എടുത്ത തീരുമാനമാണ്, പക്ഷെ ഞാൻ ആരോട് ചോദിക്കും? ഒറ്റയ്ക്ക് ഞാൻ ഇത്രയും കാശ് എങ്ങനെ മാനേജ് ചെയ്യും? നെക്സ്റ്റ് സെമസ്റ്റർ ഫീസ് അടയ്ക്കണമെങ്കിൽ ഏകദേശം നമുക്ക് $14,000 വേണം. ഞാനിത് എവിടെ പോയി ചോദിക്കും ഈശോയെ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന സമയം ഐ വാസ് ഫീലിംഗ് വെരി വെരി ഡിപ്രസ്ഡ്. എനിക്കിനി ആ ഒരു അവസ്ഥ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതുപോലത്തെ ഒരു ഫീൽ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, ആൾക്കാർ എന്നെ നോക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും മോശം തോന്നി കേട്ടോ. മോശം തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി ബാക്കി കരയുന്നത് പ്രൈവറ്റായിട്ട് പോയിരുന്ന് കരയാം എന്ന് കരുതി അവിടുത്തെ വാഷ്റൂമിലോട്ട് ഞാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ബാക്കിൽ നിന്ന് ഞാനൊരു വിളി കേട്ടു, എക്സ്ക്യൂസ് മീ. ഞാൻ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ആ ലേഡി എന്നോട് ചോദിച്ചു, ആർ യു ഓക്കെ, ഈസ് എവറിത്തിങ് ഓക്കെ വിത്ത് യു? ആ സമയത്ത് ഞാനിവിടെ കാനഡയിൽ വന്നിട്ട് ഏകദേശം 11 മാസമായി. ഈ 11 മാസത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഏറ്റവും ആത്മാർത്ഥതയുള്ളൊരു ചോദ്യമായിരുന്നു ആർ യു ഓക്കെ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഐ എം ഫൈൻ എന്ന് പറയണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്.
പറഞ്ഞത്. പക്ഷെ അതിന് പകരം ഞാൻ കൂടുതൽ കരയാനാണ് തുടങ്ങിയത്. പുള്ളിക്കാരത്തി ഇപ്പൊ ബൈ പറയും, അപ്പൊ ഞാനും ബൈ പറയാം എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഇഫ് യു ഹാവ് നോ അതർ പ്ലാൻസ്, വാ നമുക്കൊരു കോഫി കുടിക്കാം. ഞാൻ വിചാരിച്ചു, ദൈവമേ ആരാണിത്, എന്താണ് ഇവർക്ക് വേണ്ടത്, ഇനി ഏതാണ് ഇനി അടുത്തൊരു പ്രശ്നം അങ്ങനെ. പക്ഷെ ഞാൻ ചിന്തിച്ചു എങ്കിലും എനിക്ക് പുള്ളിക്കാരത്തിയുടെ അടുത്ത് നിരസിക്കാൻ തോന്നിയില്ല. കാരണം ഇത്രയും ദയോടെ ഒരാൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ നോ പറയും. അന്നേരം പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാ വിഷമിക്കുന്നത്, എന്താ കാര്യം, ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് നാളായിട്ട് അങ്ങനെ യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ എന്നെ ലിസൺ ചെയ്യുന്ന ഒരാളിനെ എനിക്ക് വേണമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ഞാൻ പുള്ളിക്കാരത്തിയോട് സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും ചിന്തിച്ചു, ഇതെന്താണ് പുള്ളിക്കാരത്തി, ഇത് എങ്ങോട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഓക്കെ, പുള്ളിക്കാരത്തിയുടെ കൂടെ പോകുന്നതിൽ എനിക്ക് യാതൊരുവിധ നഷ്ടമില്ലാന്ന്. അങ്ങനെ പുള്ളിക്കാരത്തി പോയി നിന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മേജർ ബാങ്കിന്റെ മുമ്പിലാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരത്തി ആ ബാങ്കിലെ മാനേജറായിരുന്നു. അന്നേരം പുള്ളിക്കാരത്തി എൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം മേടിച്ച്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പുള്ളിക്കാരത്തി എനിക്ക് $8,000 ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തു. എനിക്ക് ആ ടൈമിൽ തോന്നിയ ഒരു താങ്ക്ഫുൾനെസ് ആൻഡ് ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ അറിയൂല. ഇപ്പോഴും എനിക്ക് ആ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് കേട്ടോ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഗോ ടു ആണ് ആ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഞാൻ പണ്ടത്തെ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ മാലാഖ അയക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞാൻ വിചാരിക്കാത്ത, എനിക്ക് അറിയാത്ത, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മാലാഖയായിരുന്നു പുള്ളിക്കാരത്തി എന്ന് പറയുന്നത്. അന്ന് പുള്ളിക്കാരത്തിയായിട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാൻ ഇവിടെ വന്ന് ഒരു റിയൽ ആയിട്ട് ഈ ഒരു സിസ്റ്റം വഴി പോയ ആരോടും സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചിട്ടുള്ള ആൾക്കാരും തന്നെ ഈ സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്യുന്നതല്ലാണ്ട് ഈ സിസ്റ്റത്തിനെ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളൊരു വ്യൂ പോയിന്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് മാനേജ്മെന്റ് പഠിച്ചിട്ട് കാര്യമില്ല, ജോലി കിട്ടാൻ പോകുന്നില്ല, എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു മാനേജർ ജോബിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് PR-ന് അപ്ലൈ ചെയ്യാം. പക്ഷേ എനിക്ക് പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അന്ന് പുള്ളിക്കാരത്തിയോട് സംസാരിച്ചപ്പോഴാണ് ഒരു കനേഡിയൻ സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇവിടെ എന്തൊക്കെ നോക്കണം, അങ്ങനെ എൻ്റെ ഒരു പുസ്തകത്തിലും ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ കേട്ടിട്ടില്ലാത്ത കുറേയേറെ കാര്യങ്ങൾ അന്ന് ആ പുള്ളിക്കാരത്തി എന്നോട് ഷെയർ ചെയ്തു കേട്ടോ. ആൻഡ് ടിൽ ടു ഡേറ്റ് സംടൈംസ് ഐ ഗോ ബാക്ക് ആൻഡ് റെഫർ ടു ദോസ് തിങ്സ് ദാറ്റ് ഐ ഡിസ്കസ്ഡ് വിത്ത് ഹർ. അന്ന് യൂട്യൂബ് ഒന്നും അത്ര വലിയ പ്രൊമിനൻ്റ് ആയിട്ടുള്ള, ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഗൂഗിൾ ചെയ്താലും നമുക്ക് ആ ഒരു പേഴ്സൺ ടു പേഴ്സൺ നടത്തുന്ന ഒരു കോൺവെർസേഷൻ ഫീൽ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ നിന്ന് വായിച്ചറിയുന്ന കാര്യങ്ങൾക്കുണ്ടാവും. സോ എനിക്ക് ആ സമയത്തൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു അൺസർട്ടൺ പാത്തിലൂടെ പോകാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, ഫിയർ ഓഫ് ഫെയിലിയർ തന്നെയാണ്. പുള്ളിക്കാരത്തിയോട് സംസാരിച്ച് കഴിഞ്ഞ് മനസ്സിലാക്കിയത് ലൈഫിലെ സക്സസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നതോ നമ്മൾ വിചാരിക്കുന്നത് പോലെ, അസ്യൂം ചെയ്യുന്നത് പോലെ ഒരു ലീനിയർ പാത്ത് അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ യുണീക്ക് ആയിട്ടുള്ളൊരു പാത്തും ഉണ്ട്, ടൈമിങ്ങും ഉണ്ട്. നമ്മുടെ ആ സമയം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് വെറുതെ കാത്തിരിക്കുവല്ല, ആ ഒരു ടൈം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. തിങ്ക് അബൌട്ട് അപ്സ്കില്ലിങ് us. ഇങ്ങനെ ഒരു പുതിയ കൺട്രിയിൽ വരുമ്പോഴത്തേക്കും നമ്മളാണ് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സ്കില്ലിനെ സെല്ല് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മളെ ആരെങ്കിലും ഹയർ ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയധികം ഇൻഡിവിജ്വൽസ് ഒരേ റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലാണ്. നമ്മൾ ചില സമയത്ത് നിരാശപ്പെടേണ്ടതിന് പകരമായിട്ട് എനിക്ക് പഠിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഞാൻ ഇതിൽ നിന്ന് എന്ത് പഠിക്കാം, ഒരാൾക്ക് എന്നോട് നോ പറയാൻ പറ്റാത്ത രീതിയിൽ എന്നെ എങ്ങനെ വാല്യുബിൾ ആക്കാം എന്ന് ചിന്തിച്ച് എൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കിയാൽ മാത്രമേ ഇവിടുത്തെ ഫോഴ്സിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വന്നേക്കുന്നത് ഗ്രോ ചെയ്യാനാണ്, ഇവിടെ സർവൈവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഒരു ഗോള് വേണം, ആ ഗോളിലേക്ക് എത്താൻ ഒരു പ്ലാൻ വേണം, ആ പ്ലാനിന് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അന്ന് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറൊരാളോട്
ഹെൽപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം ചോദിക്കാനോ ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് റൈറ്റ്ഫുൾ ആൻഡ് ജസ്റ്റ് നമുക്ക് മടി തോന്നേണ്ട കാര്യമില്ല, നമുക്ക് നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഹ്യൂമാനിറ്റിയുടെ ബേസിക് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഗീവ് ആൻഡ് ടേക്കിലാണ്. നമ്മളിങ്ങനെ സഹായം ചോദിക്കുമ്പോൾ നമുക്ക് സഹായം ചെയ്യാനും മനസ്സുണ്ടായിരിക്കണം. അതൊരാളുടെ വീക്ക്നെസ് അല്ല, അതൊരാളുടെ പരാജയമല്ല. മനുഷ്യൻ നിലനിൽക്കുന്നത് അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, എല്ലാവരും എല്ലാം ഫിഗർ ഔട്ട് ചെയ്തല്ല ഒരിക്കലും ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന പല മുഖങ്ങളും, നമ്മൾ കമ്പയർ ചെയ്യുന്ന പല ആൾക്കാരും അവരുടേതായ ഒരു ഇന്റേണൽ ബാറ്റിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ഹാർഡ്ഷിപ്സ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അത് നമുക്കറിയില്ല, പക്ഷെ അവർക്കത് വലിയൊരു കാര്യമാണ്. മറ്റൊരാളിനെ കമ്പയർ ചെയ്യാതിരിക്കുക പലപ്പോഴും അത് നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വലിയൊരു കാര്യമായിരിക്കും. അതിനുശേഷം അങ്ങനെ ഒരു കോൺവെർസേഷനിൽ നിന്നും ഞാൻ ഷൈ അവേ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു സക്സസ്ഫുൾ ആയ ഒരാള് എങ്ങനെ ആയിരിക്കണം എന്ന് തന്റെ പ്രവൃത്തി കൊണ്ട് എന്നെ പഠിപ്പിച്ച ഒരാളാണ്. അന്ന് ഞാൻ ആ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലൈഫിനെ ഫേസ് ചെയ്യാൻ എനിക്ക് പുതുതായിട്ടൊരു ധൈര്യം വന്നതുപോലെ എനിക്ക് തോന്നി. അന്ന് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞ സോങ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ സോങ് എന്ന് പറയുന്നത്. പരമശിവന്റെ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചു, ഗരുഡാ സുഖമാണോ എന്ന്. അന്നേരം ഗരുഡൻ പറഞ്ഞു, ആരും ഇരിക്കേണ്ട ഇടത്തിലിരുന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സുഖം തന്നെ. കാനഡയിൽ എത്തുന്നത് വരെ യാതൊരു ഡിസ്കംഫേർട്ടും അറിയാതെ എൻ്റെ കംഫേർട്ട് സോണിൽ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി പുറത്തിരിക്കുന്ന ആൾക്കാരെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അവർ വിചാരിക്കുന്നത് പോലെ നടക്കുന്നുണ്ട്. ദേ ആർ ഗെറ്റിംഗ് തിങ്സ് ദാറ്റ് ദേ നീഡ് ഇൻ ദർ ലൈഫ്. അവരുടെ ഹാർഡ്ഷിപ്സ്, അവരുടെ സാക്രിഫൈസസ്, അവരുടെ എഫേർട്ട്, അവരുടെ വിഷമങ്ങൾ ഇതൊന്നും അറിയാതെയാണ് അവരെ പോലെ ആകണം, അവരെ പോലെ സക്സസ്ഫുൾ ആകണം എന്ന് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഗരുഡൻ പറഞ്ഞു, എല്ലാവരും ഇരിക്കേണ്ട ഇടത്തിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖം തന്നെ. ആസ് ലോങ് ആസ് വി ആർ ഇൻ എ കംഫർട്ട് സോൺ എവറിത്തിങ് സീംസ് ടു ബി ഗുഡ്. ശരിക്കുമുള്ള ഗ്രോത്ത് നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ആ ഡിസ്കംഫേർട്ടിന് പുറത്തു പോകുമ്പോഴാണ്. നമ്മുടെ കംഫർട്ട് സോണിലിരുന്ന് നമ്മൾ ഒരു ചലഞ്ചും നാവിഗേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ അന്ന് വരെ പഠിച്ച ഒരു കാര്യവും നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല, നമ്മൾ യാതൊരു പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നില്ല. ബട്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഓരോ ചലഞ്ചും നമ്മുടെ സ്വന്തം ബുദ്ധിയും യുക്തിയും ശക്തിയും ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് വേറെ ഒന്നിനും ഒരിക്കലും തകർക്കാൻ കഴിയാത്തൊരു കോൺഫിഡൻസ് ആണ്. ഞാനായിരുന്നു ശിവന്റെ കഴുത്തിൽ ചുറ്റിക്കിടന്ന് ഈ ലോകം കണ്ടുകൊണ്ടിരുന്ന പാമ്പ്. ഞാൻ എൻ്റെ ചുറ്റും ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്നവരെ നോക്കി ഇതൊക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും സാധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് നിസാരവൽക്കരിച്ചു. ഞാൻ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾക്ക് വാശി പിടിക്കുമ്പോഴും യെസ് എന്ന് പറഞ്ഞ് എൻ്റെ അപ്പയും അമ്മയും അത് സാധിച്ചു തരുമ്പോൾ അതിന് പിന്നിലുള്ള എഫേർട്ട് ഞാൻ അതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്വന്തമായിട്ട് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഓരോ രൂപയ്ക്കും എന്ത് മൂല്യം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുമായിരുന്നു. അതിന് പിന്നിലുള്ള അവരുടെ അധ്വാനത്തിന്റെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പതിയെ എൻ്റെ കമ്പാരിസൺ നിർത്തി. നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ വഴിക്കും അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോ ഇൻ ഷോർട്ട്, മറ്റുള്ളവരുടെ സക്സസും സ്ട്രെങ്ത്തും കണ്ട് നമ്മൾ ഭയപ്പെടാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക, നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിശ്രമിക്കുക, അതിലേക്ക് നമ്മുടെ മുഴുവൻ ഊർജ്ജം ഇടുക. അപ്പൊ ഇവഞ്ച്വലി എന്ത് സംഭവിക്കും എന്നറിയോ? നമ്മൾ ആരാകാനാണോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആ ആളിലേക്ക് നമ്മൾ വന്നെത്തി നിൽക്കും. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ എന്തോ വലിയൊരാളായി എന്നല്ല കേട്ടോ. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഏതൊരവസ്ഥയാണെങ്കിലും അതിൽ സമാധാനം കണ്ടെത്താൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ യാതൊരു പ്രകസനവും അഭിനയവും ഇല്ല. ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും ആത്മനിർവൃതിക്കും പകരം വെക്കാനായിട്ട് ലോകത്തിൽ മറ്റൊന്നും ഉണ്ടാവില്ല. ഇതെന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ് കേട്ടോ. നമ്മൾ ഓരോ ഹാർഡ്ഷിപ്സിലൂടെ കടന്നു പോയിട്ട് അതിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും, ആ ഹാർഡ്ഷിപ്സ് നമ്മളെ പഠിപ്പിച്ച പാഠം. അങ്ങനെ നിങ്ങളുടെ ലൈഫിലെ ഹാർഡ്ഷിപ്സ് നിങ്ങളെ പഠിപ്പിച്ച പാഠം എന്തായിരുന്നു എന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇനി സന്ധിക്കും വരയ്ക്കും വണക്കം, ബൈ ബൈ. Until then, stay safe and stay happy and stay peaceful. Bye bye.